GKVHS സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കയ്പമംഗലം MLA ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പറയാൻ ഈ അവസരം ഞാൻ പ്രത്യേകമായി ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ 2 ദിവസങ്ങൾ ഇന്നലെ ഇന്നുമായി തൃശ്ശൂർ ജില്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾ നല്ല സന്തോഷത്തിലാണ്. നമുക്ക് സംസ്ഥാനത്ത് സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയായി 25 കൊല്ലത്തിന് ശേഷം നമ്മൾ തൃശ്ശൂർ മാറുകയാണ്. ഞാൻ ആ സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ആർക്കാണ് കപ്പ് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നതാണ്. അതോടൊപ്പം തന്നെ അത് കൊടുക്കുമ്പോഴും അതിൻ്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ പോയിന്റിനാണ് വ്യത്യാസം വരുന്നത്. പാലക്കാട് തൊട്ട് പിന്നിൽ കണ്ണൂരുമുണ്ട്. അവസാന നിമിഷം ഇത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ജില്ല ഒന്നടക്കം ആഹ്ലാദ തിമിർപ്പിലായ ദിവസമാണ്. ഇന്നലെ നമ്മളെല്ലാം വിജയോത്സവം സംഘടിപ്പിച്ചു. ഇന്ന് അതിൻ്റെ അവധിയുമായിട്ടുള്ള ദിവസമാണ്. എനിക്കിതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ള നമ്മുടെ വിദ്യാലയങ്ങൾ പലതും നമ്മുടെ ഈ ഉപജില്ലയിൽ തൊട്ടപ്പുറത്താണ്. നമ്മുടെ ഈ മണ്ഡലത്തിൽപ്പെട്ടതാണ് എടത്തിരുത്തി. SN വിദ്യാഭവൻ ഏകദേശം 63 പോയിൻ്റാണ് ഈ സംസ്ഥാനത്തെ ഈ സ്വർണ്ണക്കപ്പുമായി ബന്ധപ്പെട്ട് പോയിന്റ് നൽകിയ സ്കൂൾ. സെൻറ്റ് ജോസഫ് സ്കൂൾ അതിന് തൊട്ടടുത്തുണ്ട്. അതുപോലെ തന്നെ OLF ഉണ്ട്, നമ്മുടെ സാഹിബ് സ്കൂളുണ്ട്. ആ സ്കൂളുകളെല്ലാം നമ്മുടെ 1 മാർക്കിനാണ് അല്ലെങ്കിൽ 1 പോയിന്റിനാണ് നമ്മൾ മുമ്പിലെന്ന് പറയുമ്പോൾ ആ മാർക്കിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് തോന്നുന്നു ഒരു 150-നും 200-നും ഇടയ്ക്ക് മാർക്ക് കൊടുങ്ങല്ലൂർ ജില്ല എനിക്ക് തോന്നുന്നു 2ാമതാണെന്ന് തോന്നുന്നു അത്തരം ഉയർന്ന മാർക്ക് നൽകിയ സ്ഥലങ്ങളിലൊന്നാണ്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. CP സാലിഹ് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക ലാലി ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ കലാധ്യാപകൻ ശ്രീജിത്ത് വേസ്റ്റ് പേപ്പറുകൾ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയ ഗാന്ധിജിയുടെ ചിത്രം MLA ടി ടൈസൺ മാസ്റ്റർ പ്രകാശനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളായ പൂർവ്വ വിദ്യാർത്ഥി അമൽദേവ് MN, നന്ദിത VS എന്നിവരെ അനുമോദിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ദീപ ടീച്ചർ, ബിന്ദു ടീച്ചർ, നസീർ മാഷ്, സൈറ ബാനു ടീച്ചർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ നിർവഹിച്ചു. ഏറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വാർഡ് മെമ്പർ PK മുഹമ്മദ്, PTA പ്രസിഡന്റ് റഹീം MA, SMC ചെയർമാൻ റൈംസ്, MPTA മെമ്പർ ജീന, അലുമിനി വൈസ് ചെയർമാൻ EV രമേശൻ, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് ഗംഗ ടീച്ചർ, സ്കൂൾ ലീഡർ, സ്കൂൾ ചെയർപേഴ്സൺ ജന്നത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വാഹിദ് PA നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അമലിന്റെ ആ കവിത അച്ചടിച്ചു. എറിയാടിന്റെ പാരമ്പര്യത്തിന് ഇതാ ശക്തനായ ഒരു കണ്ണി കൂടി യോഗം